നമസ്കാരം. ട്രംപിനെ പൂട്ടി ഇറാന്റെ കടന്നാക്രമണം ഇസ്രായേൽ തകർന്നടിഞ്ഞു. ഇറാൻ യുദ്ധം എന്താകും? സത്യത്തിൽ ആ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതായി പോയത് ട്രംപാണ്. ട്രംപിനെ ഇറാൻ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ന് ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകക്രമത്തെ മുഴുവൻ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സംഘർഷം എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ പരീക്ഷണശാലയായി മാറിയതായിട്ടാണ് ഇതിന് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുവാനുള്ള കാരണമായിട്ട് അവർ ഉയർത്തിയ വാദം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രസക്തവുമാണ്. തങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന അവകാശവാദവും ഇസ്രായേൽ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തടയാൻ ഏത് മാർഗവും ഉപയോഗിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ തീവ്രവാദി സംഘടനകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നു എന്നതാണ് ഈ ശത്രുതയ്ക്കുള്ള മറ്റൊരു കാരണമെന്ന് പറയപ്പെടുന്നത്. ഇറാൻ വൻതോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായിട്ടും ഇസ്രായേലും അമേരിക്കയും വലിയ ആരോപണങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഒക്കെ ഇറാൻ പിന്തുണയുള്ള ഈ തീവ്രവാദി സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളും അമേരിക്കയെ പലപ്പോഴും പ്രകോപിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല, മതഭരണകൂടം അടിച്ചമർത്തി ഭരിക്കുന്ന ഇറാനിലെ ജനതയ്ക്ക് തങ്ങളുടെ വിധി സ്വന്തമായി നിശ്ചയിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് യുഎസും ഇസ്രായേലും തമ്മിലുള്ള ആ സഖ്യം അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാരിനെ ഇറാനിൽ അവരോധിക്കുകയാണ് ആത്യന്തികമായിട്ട് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് മേഖലയിൽ ആകെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗൾഫിലെ എണ്ണ ഉൽപാദനത്തിലും ഷിപ്പിംഗ് റൂട്ടുകളിലും തടസ്സമുണ്ടായതോടെ സംഭവിച്ചിരിക്കുന്നത് ആഗോള ഊർജ്ജവില അത് ഇതിനകം തന്നെ ഏകദേശം ഗണ്യമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% വഹിക്കുന്ന നിർണായകമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഇറാൻ തടഞ്ഞതോടുകൂടിയാണ് ക്രൂഡ് ഓയിൽ, മാത്രമല്ല LNG എന്നിവ അവയുടെ ഒരു ദൗർലഭ്യം ഉണ്ടാകുന്നു, വില ഉയർന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, പണപ്പെരുപ്പം, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയവയ്ക്കെല്ലാം ഈ യുദ്ധം ഭീഷണിയായി തീർന്നു എന്നുള്ളതാണ്. യുദ്ധം ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകളെ ഭീഷണിപ്പെടുത്തുകയും പണപ്പെരുപ്പവും രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. 2026 മാർച്ച് 6-ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രതിമാസ സാമ്പത്തിക അവലോകനം സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത എണ്ണയുടെ 88.6% 2026 സാമ്പത്തിക വർഷത്തിലും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ 46.9% ഇറക്കുമതി എന്ന് പറയപ്പെടുന്നത് ഇതേ പശ്ചിമേഷ്യയിൽ നിന്നാണ്. അപ്പോൾ യുദ്ധം ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചേക്കാമെന്നുള്ള റേറ്റിംഗ് ഏജൻസികളുടെ പ്രവചനം വന്നു കഴിഞ്ഞു. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചയെ 1% വരെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് പ്രവചനം. അപ്പോൾ എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പവും ഉയരുവാൻ ഇത് കാരണമാകുന്നു. ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ റിപ്പോർട്ടിൽ പുതിയ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് 6.8%-നും 7.2%-നും ഇടയിലാകും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാൻ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയിലും യുദ്ധവികാരം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ വികാരം എന്ന് പറയപ്പെടുന്നത് പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ്. അവിടെ അങ്ങനെ യുദ്ധത്തിനോടൊരു യുദ്ധവികാരം ഉണ്ടാകുന്ന കാഴ്ചയൊന്നും അമേരിക്കയിൽ ഉണ്ടാകുന്നില്ല. പകരം യുദ്ധവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുന്നുണ്ട്. യുദ്ധം പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ എന്ന പോലെ അമേരിക്കയും ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവില ഉയർന്നത് അമേരിക്കയിലും വില വർധനവിനും ഗതാഗത ചെലവിനും ഒക്കെ പ്രകടമായ തരത്തിലുള്ള വർധനവിന് കാരണമായി തീർന്നിരിക്കുന്നു. ഇവിടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ യുദ്ധം പ്രതികൂലമായി ബാധിച്ചാലുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നു. അപ്പോൾ ഇറാൻ യുദ്ധം ഇനി എന്താവും എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ജയിക്കുന്ന ഒരാൾ നെതന്യാഹു മാത്രമായിരിക്കും എന്നുള്ള നിരീക്ഷണങ്ങളാണ് വരുന്നത്. സത്യത്തിൽ നെതന്യാഹു സ്വന്തം ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് യുദ്ധത്തിനിറങ്ങിയതും തുടരുന്നതുമെങ്കിൽ ട്രംപിന്റെ കാര്യം മറിച്ചാണ്. ട്രംപിന് സ്വന്തം ജനതയോട് എന്തിനാണ് ഈ യുദ്ധമെന്ന് ബോധ്യപ്പെടുത്താനോ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കുവാനോ കഴിയാത്ത ഒരു അവസ്ഥയാണിപ്പോൾ. ഇറാൻ US ഇസ്രായേൽ ആക്രമണത്തിൽ
അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന സത്യത്തിൽ ഗൾഫ് അറബ് രാജ്യങ്ങളാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അമേരിക്കയുടെ സൈനിക വാണിജ്യ താല്പര്യങ്ങൾക്കായിട്ട് സ്വന്തം ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ള ഈ രാജ്യങ്ങൾ ഇറാന്റെ പ്രത്യാക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന യുദ്ധക്കെടുതികൾ ഇന്ത്യയെ പ്രത്യക്ഷമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. 1 കോടിയിലേറെ ഇന്ത്യക്കാർ ഗൾഫ് അറബ് രാജ്യങ്ങളിലാണ് ജീവസന്ധാരണം നടത്തുന്നത്. ഇതുവരെ ആരും ജയിക്കാത്ത ഈ യുദ്ധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ലോകക്രമത്തിനും കൂട്ടായ്മകൾക്കുമൊക്കെ വഴിവെക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചെയ്തികളാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പറയേണ്ടത്. കാരണം പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിന്റെ പര്യവസാനം എന്ന് പറയപ്പെടുന്നത് അത് കാത്തിരുന്ന് കാണുകയുള്ളൂ എന്നുള്ളതാണ്, നിർവാഹമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ ലാഭക്കൊതിയൻ ഇസ്രായേൽ തന്നെയാണ്, അല്ലെങ്കിൽ ലാഭവും നേട്ടവും ഉണ്ടാക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകി ട്രംപിനെ പുറത്തു കിടക്കാൻ ആകാത്തവണ്ണം പൂട്ടിയിരിക്കുന്നത്. യുദ്ധം തുടങ്ങുകയും ചെയ്തു, എന്നാൽ അവസാനിപ്പിക്കാനും കഴിയുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ട്രംപിനെ കൊണ്ടെത്തിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാന്റെ കടന്നാക്രമണം എന്ന് പറയുന്നത് ഇനി ഇസ്രായേലിലേക്കായിരിക്കും. നെതന്യാഹുവിനെ വധിക്കുക എന്നുള്ളത് ഇറാന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. അതായത് യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കകം ഇറാന്റെ പരമോന്നതാധികാരിയായിട്ടുള്ള, അല്ലെങ്കിൽ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചത് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ പടയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ടുള്ള ഇറാന്റെ ലക്ഷ്യം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ തല വെട്ടിയതുപോലെ തന്നെ നെതന്യാഹുവിന്റെ തല വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ നെതന്യാഹുവിനെ വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കടന്നാക്രമണം ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കാൻ പോരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മണിക്കൂറുകൾക്കകം നടത്തുകയും ചെയ്യും.